ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നേന്ത്രപ്പഴവും മൈദയും വെച്ചിട്ടുള്ളൊരു സ്നാക്സ് ആട്ടോ. അപ്പോൾ ഒരു പുതിയ തരം സ്നാക്സാണ് ഞാൻ തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോട്ടെ. അതിനായിട്ടൊരു 4 ചെറിയ പഴങ്ങളായി കാരണം 4 എടുത്തിട്ടുണ്ട് കേട്ടോ. 4 നേന്ത്രപ്പഴം ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പാലുണ്ട് ഒരു ഗ്ലാസ് നിറച്ചില്ല, ഒരു 3/4 ഗ്ലാസോളം എടുത്തിട്ടുണ്ട് പാല്. പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ആദ്യം പഴം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏലക്കായ കഴിഞ്ഞു തുടങ്ങിയ ലാസ്റ്റത്തെ വേണം. അപ്പോൾ ചെറിയ ഏലക്കായ ഒരു 5-8 ഏലക്കായകൾ ഞാൻ അതിലേക്ക് ഫ്ലേവറിൻ്റെ മണത്തിന് ഇട്ട് കൊടുത്തിട്ട് പഴത്തിൻ്റെ ഒപ്പം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 3/4 ഗ്ലാസ് പാലും ചേർത്തിട്ട് നന്നായി അരച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നന്നായി അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് മിക്സിയിൽ കൊണ്ടുപോയിട്ട് ഒന്ന് അരച്ചിട്ട് വരിക. ഇപ്പോൾ അരച്ച് കൊണ്ടുവന്നിട്ട് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്, നല്ല നൈസായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ മാറ്റി വയ്ക്കട്ടെ. ഇനി ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ചേർത്തു കേട്ടോ. നെയ്യ് ചേർത്ത് നെയ്യ് ഒന്ന് ചൂടായി വന്നപ്പോൾ നമ്മൾ അരച്ച് കൊണ്ടുവന്ന പഴത്തിൻ്റെ മിക്സിൽ അത് ആ പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് ഇനി നമുക്ക് കൈ വിടാതെ കുറച്ച് നേരം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ആ പാലിൽ ചേർത്തൊക്കെ ഒന്ന് വെള്ളം വലിയ നല്ല കട്ടയായി കിട്ടണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് നേരം നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. പിന്നെ അതിലേക്ക് നമുക്കൊരു 3 ടീസ്പൂണോളം വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ഫൈനായിട്ട് വറുത്ത വെച്ചാൽ ഇടിയപ്പത്തിൻ്റെ ഇതിൻ്റെയൊക്കെ പൊടിയില്ലേ, അതാണ് കേട്ടോ, നൈസായിട്ട് വറുത്തതാണ്. അപ്പോൾ അത് കുറേശ്ശെ ഒരു 3 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇളക്കി എടുക്കുക. ഇപ്പോൾ ഈ കളറൊക്കെ മാറി കട്ടായി തുടങ്ങിയിട്ടാ. അപ്പോൾ ഇത്തിരി അരിപ്പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല കട്ടായിട്ട് വേഗം കിട്ടും നമുക്ക്. അപ്പോൾ അരിപ്പൊടി 3 ടീസ്പൂണും ചേർത്തിട്ട് അതിലേക്ക് നന്നായി കൂട്ടി മിക്സാക്കി ഇളക്കി യോജിപ്പിച്ച് നന്നായി പഴവും അരിപ്പൊടിയും കൂടി നല്ല സെറ്റായിട്ട് നല്ല കട്ടിയിൽ കിട്ടണം. അതിൽ 1 ടീസ്പൂൺ കൂടി നമുക്ക് നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ വേഗം അരികിലുള്ള മാവൊക്കെ ഇങ്ങോട്ട് പോകുന്നു, നല്ല കട്ടയാവട്ടെ വേഗം. അപ്പോൾ ഇതേ കണ്ട ടീസ്പൂൺ നെയ്യ് ചേർത്തപ്പോൾ നോക്കിയൊക്കെ എല്ലാ മാവും ഒന്നിച്ച് റെഡിയായി കട്ടായി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് 3 ടീസ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 3 ടീസ്പൂൺ ചേർത്തിട്ട് നന്നായി മിക്സാക്കി ഇളക്കാം കേട്ടോ. പഴത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും മധുരം എത്താൻ വേണ്ടി നന്നായി ഇളക്കി പഞ്ചസാര ഒരു ഗോളം ഒരു 5 മിനിറ്റ് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇത് കട്ടായി വന്നു തുടങ്ങിയിട്ട് ഇനി നമുക്ക് ഇറക്കി വയ്ക്കാം കേട്ടോ. ഇനി ഒരു ബൗളെടുത്തിട്ട് ആ ബൗളിൽ 250 ml കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. ആ മൈദ ഒരു ബൗളിലിട്ടു. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടാ 1/4 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്തു. ഇനി 2 ടീസ്പൂണോളം ഓയിൽ ചേർക്കട്ടെ അതിൽ. അപ്പോൾ ഓയിൽ ചേർത്തിട്ട് നന്നായി കൈയോട് മിക്സാക്കി ഒന്ന് കുഴയ്ക്കാം കേട്ടോ. മിക്സാക്കി കുഴച്ച് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് കുറേശ്ശെ പിന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഓയിലിൻ്റെ ഇതിലൊക്കെ ഒരു നനവ് വന്നിട്ടുണ്ടാവില്ല, വേണമെങ്കിൽ 2 ടീസ്പൂൺ വെള്ളം ആദ്യം ചേർക്കാം കേട്ടോ. എന്നിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ച് ഇനി പിന്നെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിക്കാവൂ കേട്ടോ. ഇനി 1 ടീസ്പൂണും 1.5 ടീസ്പൂണോളം വെള്ളം വീണ്ടും ഒഴിച്ചിട്ടുണ്ട്. ഇനി അതുകൊണ്ട് നന്നായി കുഴച്ച് നമുക്ക് സെറ്റാക്കി എടുക്കാൻ പറ്റും കേട്ടോ. വെള്ളം മതി കണ്ട, അതേ ഒരുവിധം വെള്ളം പാകമായിട്ടുണ്ട് കണ്ട. കുഴച്ചത് റെഡി ആയിട്ട് ഒന്നുകൂടി നന്നായി ഇനി കൈ കൊണ്ട് കുഴച്ച് പാകമാക്കട്ടെ നമുക്ക് മാവിനെ. അങ്ങോട്ട് മിക്സ് ചെയ്ത് നന്നായി കുഴയ്ക്കുക. മാവ് ഒരു സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. കണ്ടപ്പോൾ ഒരുവിധം നന്നായി കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. 10 മിനിറ്റോളം മൂടി വയ്ക്കുക കേട്ടോ. നമുക്ക് മൂടി വയ്ച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മാവ് എടുത്തത് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പകുതി വിധം എടുത്തിട്ട് 2 ഭാഗമാക്കി വയ്ക്കുക. അങ്ങനെ ആ പകുതി കൊണ്ട് എടുത്തിട്ട് നമുക്ക് ആദ്യം ഒരു പലക എടുക്കുക. പലകയാമ ഇത്തിരി എണ്ണ പരട്ടി കൊടുക്കുക കേട്ടോ, കൊട്ടാതിരിക്കാനായിട്ട്. അപ്പോൾ ഒരു ബൗൾ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പലകയാമയ്ക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് പിന്നെ ആ മാവ് വെച്ച് പരത്തിയെടുക്കാം കേട്ടോ. നന്നായി കൈ കൊണ്ട് തന്നെ പരത്തിയെടുക്കാം. നല്ല സോഫ്റ്റ് മാവല്ലേ, കൈ വയ്ക്കുമ്പോഴേക്കും ഇങ്ങനെ കണ്ട പരന്ന് കിട്ടുന്നുണ്ട്. നന്നായി വേഗം പരന്ന് നല്ലതായി കിട്ടുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ കനത്തിൽ ഞാൻ പരത്തില്ല കേട്ടോ. ഒരു ചപ്പാത്തിയൊക്കെ കനത്തിൽ പരത്തിയാൽ മതി നമുക്ക്. അതിൻ്റെ മുകളിൽ നമുക്ക് ഫില്ലിങ് വെക്കണം. അതിനായിട്ട് ഒരു ഗ്ലാസ് നടുഭാഗത്ത് വെക്കുക. ആ നടുഭാഗം നമുക്ക് ഫില്ലിങ് ഇല്ലാതെ കിട്ടണം കേട്ടോ. ആ നടുഭാഗം ഫില്ലിങ് ആവാതിരിക്കാൻ നമ്മൾ ആ ഗ്ലാസ് വെക്കണം, അല്ലെങ്കിൽ ഒരു പാത്രം എന്തെങ്കിലും വെച്ചാൽ മതിട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം പോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കുക, നടുവിൽ എന്താ വെക്കേണ്ടെങ്കിൽ. ഞാനപ്പോൾ ഒരു ഗ്ലാസ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ 4 പുറം തയ്യാറാക്കിയ പഴത്തിൻ്റെ ഫില്ലിങ് ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ 4 പുറം വെച്ചിട്ട് ആ ഗ്ലാസിൻ്റെ 4 പുറം നമുക്ക് ഫില്ലിങ് ശരിയെ ഒപ്പാക്കണം. നമ്മൾ പരത്തിയ മാവ് പരത്തിയിട്ടില്ലേ, അതിൻ്റെ ഒപ്പം ഒരുപോലെ മാവ് ഇങ്ങനെ നമ്മുടെ ഫില്ലിങ് പരത്തി വെക്കണം. കണ്ടതുപോലെ പരത്തി വയ്ക്കുക. എന്നിട്ട് ഗ്ലാസ് കൊണ്ട് എടുക്കുക. ഇനി ആ നടുഭാഗത്ത് ഇത്തിരി വെള്ള ഓയില എണ്ണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ്റി കൊടുക്കട്ടെ. നമുക്ക് ഇത്തിരി എണ്ണ ഉള്ളെങ്കിൽ പറ്റി കൊടുത്താലും മതി. ഒട്ടിപ്പിടി ആ തലഭാഗം വരുന്ന ആ ഭാഗം കൊണ്ടാണ് നമ്മളിത് റോളാക്കി എടുക്കുമ്പോൾ തലഭാഗം വരും ആ ഭാഗമാണ്. അപ്പോൾ അവിടെ ഒട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി വെള്ളം അല്ലെങ്കിൽ ഓയില എന്തെങ്കിലും പറ്റി കൊടുക്കട്ടെ നടുഭാഗത്ത്.
അപ്പോൾ ഒരു നനവിൽ അതങ്ങനെ ഒട്ടിപ്പിടിച്ചോളും. ഇനി നമുക്കൊരു കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിൽ മുറിക്കണത് എന്താ വെച്ചാൽ വേറെ എന്തെങ്കിലും അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ നടുഭാഗം ഇങ്ങോട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ മുറിക്കുക ആദ്യം. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് മുറിക്കുക. അങ്ങനെ അങ്ങനെ പീസ് പറ്റാവുന്ന കഷ്ണങ്ങളുടെ രൂപത്തിൽ നമുക്ക് ഇതേപോലെ മുറിക്കുക കേട്ടോ. അങ്ങനെ കണ്ട. ഇനി നടുഭാഗം ഇങ്ങോട്ട് മുറിക്കുക. അങ്ങനെ ഓരോ കോണായിട്ട് ഇട്ടുണ്ടാവും നമ്മൾ മുറിക്കണ മാവ്. കണ്ട, ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് വലിച്ചെടുക്കാൻ പറ്റില്ല കേട്ടോ. മാവ് നല്ല സോഫ്റ്റ് അല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കത്തിയോണ്ട് വലിച്ചിങ്ങോട്ട് കീറി ശരിയാക്കാൻ പറ്റില്ലാണ് ഞാൻ പതുക്കെ പതുക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഇടാക്കി ഇനി ഈ കോണിലേക്ക് ആക്കുക. കണ്ട, അപ്പോൾ ആ കടഭാഗം ചെല്ലും തോറും കോണ് പോലെ ആയി കിട്ടും. കണ്ട മാവ്. അപ്പോൾ അതൊരു ഭംഗിയുണ്ട് നമ്മളിങ്ങനെ ചുരുട്ടിയെടുക്കുമ്പോഴേ. ഇനി ഈ ഭാഗം കൂടി ഇങ്ങനെ ഒന്ന് വയ്ക്കുക കേട്ടോ, തിരിച്ചിട്ട് ഇങ്ങനെ കത്തിയോണ്ട് ഒരു വരച്ച് വയ്ക്കുക. എന്നിട്ട് അതിങ്ങനെ ഉരുട്ടിയെടുക്കാൻ അപ്പോൾ എളുപ്പമാണേ. കണ്ട, ഇതുപോലെ ആ ഭാഗം കൂടി ഇങ്ങനെ ആക്കിയിട്ട് മാറ്റി വയ്ക്കുക കത്തിയിട്ട്. ഇനി ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുക അങ്ങോട്ട്. കണ്ട, ഇതുപോലെ ഓരോ സ്നാക്സ് കണ്ട. ആ കടഭാഗം തല വരുന്നത് ആ കടഭാഗം കണ്ട, അതിങ്ങനെ ഒട്ടിച്ച് വെക്കുക കേട്ടോ അവിടെ. അപ്പോൾ ആ നനവ് എണ്ണ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതവിടെ ഒട്ടി പിടിച്ചോളും വേഗം. അപ്പോൾ ഒരെണ്ണം തയ്യാറായി. രണ്ടാമത്തെ റോളും ചുരുട്ടാട്ടോ. ഇതുപോലെ തന്നെ ചുരുട്ടി എടുക്കുക അങ്ങോട്ട്. അതുപോലെ ഇങ്ങനെ ഉരുട്ടിയിട്ട് എടുക്കുക. കണ്ട, ഇത് തന്നെയാണ്. ഇനി അത് എല്ലാതും അതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ സ്നാക്സിൻ്റെ ഇങ്ങനെ ചുരുട്ടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ പലയാമെന്ന് വേണ്ട 2 പാത്രങ്ങളായി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് ഒരു പാൻ വയ്ക്കുക. ആ പാനിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് അത് കഴിക്കാൻ. ഒരു പ്രത്യേക കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റാണ്. മധുരം എന്നൊക്കെയുള്ള പലഹാരമല്ലേ. പിന്നെ നമ്മുടെ മൈദയല്ലേ മുകളിൽ, അതിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാൻ. പറഞ്ഞറിയിക്കാൻ അറിയില്ല. അങ്ങനെ അത് അത്രയും ടേസ്റ്റ് ഉണ്ട് ഇതിന്. ഒരു പ്രത്യേക പഴത്തിൻ്റെ ഒരു സ്നാക്സ്, അത് പ്രത്യേക തരമാണ്. ഇത് ഉണ്ടാക്കി കഴിക്കാനേ വേണം, അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് അടിഭാഗം റെഡി ആയിട്ടിട്ട് അപ്പോൾ നമ്മളൊന്ന് പതുക്കെ മറിച്ച് കൊടുക്കുക. കണ്ട, ഇനി ആ സൈഡ് കൂടി ഒന്ന് ആയി കിട്ടിയാൽ നമ്മുടെ സ്നാക്സ് ഇതേ കണ്ട. അങ്ങോട്ട് മറിച്ച് തിരിച്ച് വെച്ചിട്ടുണ്ട്. ഒക്കെ റെഡി ആയിട്ട് ഇതിനൊക്കെ എണ്ണയിൽ നിന്ന് ഓരോന്നായിട്ട് എടുത്തു മാറ്റാം കേട്ടോ. കണ്ട, അപ്പോൾ നമ്മൾ ഒരു അരിപ്പ പാത്രത്തിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തിടാം. കണ്ടോ, നല്ല കാണാനും നല്ല ഭംഗി കേട്ടോ. കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും നമുക്ക്, അത്രയും ടേസ്റ്റ് ഉണ്ട് ഇത്. ആ മൈദയായി കൊണ്ട് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഇതായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പുറത്ത് ഫില്ലിങ്ങൊക്കെ അടിപൊളിയായിട്ട്, ഫില്ലിങ്ങും അത് അടിപൊളിയായിട്ട്. അതോടുകൂടി കഴിച്ചിരുമ്പോഴേ നല്ല പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം ഞാൻ ആദ്യത്തെ ട്രിപ്പ് എടുത്തു കഴിഞ്ഞു. 2ാം ട്രിപ്പ് അതുപോലെ കുറച്ചുകൂടി ഉണ്ടായിരുന്നു. അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു. കണ്ട, ഇനി അതും ഇതുപോലെ മറക്കുകയൊക്കെ ചെയ്തു. എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാതും ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തു. കണ്ട, കാണാൻ നല്ല ഭംഗിയില്ല. എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. പുതുതായി വല്ലവരും കാണുന്നുണ്ടെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ബൈ.